അമ്പലത്തിലെ പാട്ടല്ലേ കേക്കണത്. നേരം വേളുത്തടി പെണ്ണെ ഘട്ടം തിളപ്പിക്ക് പൊന്നാരി. നമ്മുടെ മുതുകുത്തച്ഛന്മാരല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാർ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന പിന്നെ പേരും കുലവും ഒക്കെ മറ്റൊരുത്തം വിചാരിച്ചാൽ മാറ്റാൻ പറ്റും. കരുതി ഞാൻ ഈ കുലത്തിലായതുകൊണ്ട് മറ്റൊരുത്തൻ്റെ കീഴിൽ കിടക്കേണ്ട കാര്യമുണ്ട്. ഒന്നാം കണ്ടത്തിൽ കറ്റ മുറിച്ചേ തെയ്താരോ തക തെയ്താരോ കറ്റയെടുക്കാൻ അടി വരുന്നേ തെയ്താരോ തക തെയ്താരോ തെയ്താരോ തക തെയ്താരോ. നമസ്കാരം, ഞാൻ ആലപ്പുഴയിലാണ് ഉള്ളത്. എൻ്റെ പേര് രതീഷ്. ആലപ്പുഴ നിഴൽ ഫോക്ക് മീഡിയയിലാണ് ഞാൻ സിംഗ് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മുടെ ചേട്ടനും രതീഷിന്റെ വിശേഷങ്ങളാണ് ഇന്ന് എൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ മുതുമുത്തച്ഛന്മാരെ, എന്റെ മുതുമുത്തിയന്മാരെ, ഈ നാടിന്റെ ജന്മികളല്ലേ, ഈ നാട് ഭരിച്ചോരല്ലേ. എന്റെ മുതുമുത്തച്ഛന്മാരെ, എന്റെ മുതുമുത്തിയന്മാരെ, ഈ നാടിന്റെ ജന്മികളല്ലേ, ഈ നാട് ഭരിച്ചോരല്ലേ. കണ്ടമൊരിക്കതും കാവൽ കിടന്നതും ഈ നാടിന്റെ പുലയനല്ലേ. കണ്ടമൊരിക്കതും കാവൽ കിടന്നതും ഈ നാടിന്റെ പുലയനല്ലേ. എന്റെ മുതുമുത്തച്ഛന്മാരെ, എന്റെ മുതുമുത്തിയന്മാരെ, ഈ നാടിന്റെ ജന്മികളല്ലേ, ഈ നാട് ഭരിച്ചോരല്ലേ. കണ്ടമൊരിക്കതും കാവൽ കിടന്നതും ഈ നാടിന്റെ പുലയനല്ലേ. കണ്ടമൊരിക്കതും കാവൽ കിടന്നതും ഈ നാടിന്റെ പുലയനല്ലേ. രതീഷ് എങ്ങനെയാണ് ഇത് പഠിച്ചു വന്നതാണോ അതോ കേട്ടു വളർന്നതാണോ? അല്ല, ഇവിടെ ഒരു പറമ്പുണ്ട്, എരുവമ്പറമ്പെന്ന് പറയുന്നത്. ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രമൊക്കെ ഉണ്ട് അവിടെ. ഓണക്കാലത്ത് ഞങ്ങളവിടെ ഒരു ഷെഡ് കെട്ടും. ഈ അത്തമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ചിങ്ങം 1 കഴിയുമ്പോൾ ആ ഷെഡും കെട്ടും. പിന്നെ തിരുവോണം കഴിഞ്ഞ് 1 മാസം കൂടെ കഴിഞ്ഞിട്ട് ഷെഡ് പൊളിക്കത്തുള്ളൂ. അപ്പം അതിനകത്താണ് ഞങ്ങളുടെ പരിപാടി. അപ്പം അതിനകത്ത് പാട്ടും ഇതൊക്കെ വെക്കും. അപ്പം അന്ന് കുട്ടപ്പൻ സാറിൻ്റെ, അതായത് നമ്മുടെ ആചാര്യൻ, നാടൻപാട്ടിൻ്റെ ആചാര്യൻ കുട്ടപ്പൻ സാറിൻ്റെ പാട്ടാണ് അതിൽ നമ്മൾ ഇട്ടിരുന്നത്. അപ്പം അവിടെ അത് കേട്ടൊരു നമ്മൾ ഭയങ്കര ഫീലാവും പാട്ട് അന്നത്തെ സമയത്ത്. ഇത് ഇന്നത്തെ കണക്ക് റിതം പാഡോ അങ്ങനെ വെസ്റ്റേൺ കലർത്തിയുള്ള ഇതല്ല അന്നത്തെ ആ സമയത്ത് ആ പാട്ടുകൾ കൊടുക്കുക. ആ പാട്ടുകൾക്ക് അതിൻ്റെതായ ഒരു മാധുര്യത്തോടെയാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ തുടിയുടെ ആണെങ്കിലും ചെണ്ടയുടെ ആണെങ്കിലും തകിലിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്. അപ്പം അത് നമ്മുടെ ഉള്ളിലേക്ക് നല്ലപോലെ തറഞ്ഞു കയറിയിട്ടുണ്ട്. അതിനുശേഷം ആ കുട്ടപ്പൻ സാറിൻ്റെ ആ ഒരു കുറച്ച് ഇത് കഴിയുമ്പോഴാണ് പിന്നെ മണിച്ചേട്ടൻ്റെ വരവ്. മണിച്ചേട്ടൻ്റെ വരവോടെ നാടൻ പാട്ട് വേറെ സ്റ്റൈലായി, വേറൊരു മൂഡിലായി. അപ്പം നമുക്ക് അങ്ങനെ കേട്ട് ആരും പഠിപ്പിച്ചതായിട്ടൊന്നുമില്ല. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇപ്പം നമ്മളിപ്പോൾ പ്രൊഫഷണലിലോട്ട് കയറിയപ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ പല സമിതിയിലും പല ചേട്ടന്മാരുണ്ട്. നമുക്ക് ഈ സ്റ്റേജുകൾ ഒരുപാട് പിന്നിട്ട ആൾക്കാരെ ഇവരൊക്കെ. അതിലെന്താണ് പോരായ്മയെന്ന് അവർ പറയും. അല്ലെന്ന് ഇപ്പം അങ്ങനെ പോരായ്മകളൊന്നും പറയാറില്ല. ദൈവം തമ്മിനെ സഹായിച്ച് എല്ലാം കൊള്ളാം എന്നാണ് പറയുന്നത്. നേരത്തെ ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ, ചാവിറിന്നോവിനെല്ലാം നാവ് മുളച്ചന്തേ, പൂനനുറും പണിച്ചേർന്നൊരാണിയെ കൊന്നന്തേ. എരരിയരോ മൈലാഞ്ചിക്കാട്ടിലെന്റെ പറയികരഞ്ഞേ, പൂവായ പൂവിലെല്ലാം ചോര തെറിച്ചന്തേ, പൂവായ പൂവിലെല്ലാം ചോര തെറിച്ചന്തേ. എരരിയരോ മൈലാഞ്ചിക്കാട്ടിലെന്റെ പറയികരഞ്ഞേ, പൂവായ പൂവിലെല്ലാം ചോര തെറിച്ചെന്നേ, പൂനനുറും പണിച്ചേർന്നൊരാണിയെ കൊന്നേ. ജന്മി വ്യവസ്ഥയിലും അല്ലെങ്കിൽ തമ്പ്രാൻ വ്യവസ്ഥയിലും ഈ ബ്രാഹ്മണ അതുപോലെ അന്നത്തെ കാലത്ത് ആ മറ്റേ
വലിയവൻ്റെ അവസ്ഥയിൽ താഴ്ന്ന ജാതിക്കാരാണ് പാടത്ത് പണിയെടുക്കുന്നതും അവൻ അക്ഷരാഭ്യാസം ഇല്ലാതിരുന്ന കാലവും ഒക്കെ ഉള്ള അവരുടെ വിഷമങ്ങളും അവരുടെ കൂട്ടായ്മയും അവരുടെ സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാനായിട്ട് അവർ കോർത്തിണക്കിയ എഴുത്തില്ലാതെ വായ്മൊഴിയായിട്ട് കോർത്തിണക്കിയ പാട്ടുകളാണ് ഈ കാണുന്ന തനത് നാടൻ പാട്ടുകൾ മുഴുവൻ. അവർക്ക് വാദ്യോപകരണങ്ങളെന്ന് പറഞ്ഞാൽ മുള, പിന്നെ മരം, അങ്ങനെയുള്ള വാദ്യോപകരണങ്ങളൊക്കെ വെച്ച് അവർ ചെയ്ത എൻ്റെ ഒരു അറിവാണ്, ചെറിയ അറിവ്. ഇതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അതായിരിക്കും, അതുകൊണ്ടായിരിക്കും അവരുടെ ഈ പഴയ ആൾക്കാരിലൂടെ നാടൻ പാട്ട് ഇത്രയും കയറി വന്നു. അന്നത്തെ സമയത്ത് എഴുത്തും വായനയില്ല, പകർന്ന് അപ്പൻ മകന് പകർന്നു കൊടുത്ത്, മകൻ മകൻ്റെ മകന് പകർന്നു കൊടുത്ത്, അങ്ങനെ കാലം കഴിഞ്ഞ് ഇപ്പോഴത്തെ ഈ 2025 നിൽക്കുമ്പോൾ ആ നാടൻ പാട്ടിൻ്റെ തനിമ പോയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും അതിൻ്റെ തനിമ നഷ്ടപ്പെടാതിരിക്കുന്നത് എന്തുകൊണ്ട്? അന്ന് അവർ കഷ്ടപ്പെട്ട് അവർക്ക് അവരുടെ ആ കഷ്ടപ്പാടിൻ്റെയും കൂട്ടായ്മയുടെയും അവരുടെ സംഘം ചേരലിൻ്റെയും അവർ സന്തോഷവും അവരുടെ എല്ലാം കൂടെ കൂട്ടിക്കലർത്തി ആ പാട്ടിനൊരു ജീവൻ കൊടുത്തത് കൊണ്ടാണ്. ഇന്നത്തെ പോലെ ഒരുപാട് ടെക്നിക്ക് വെച്ച് എഴുതിയതൊന്നും അല്ല. അവരുടെ വിഷമങ്ങളും അവരുടെ ജീവിതവുമാണ് അതിൽ പറയുന്നത്. നാടൻ പാട്ടുകളെല്ലാം ഇന്നിപ്പോ ഒരുപാട് എഴുത്തുപാട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ തനത് നാടൻ പാട്ടിന്റെ ഈ നാടൻ പാട്ടിന്റെ കഥ അങ്ങ് മാറി അല്ലെ, പാട്ടിൽ ഇപ്പോഴത്തെ വേറെ രീതിയിലുള്ള പാട്ടുകളൊക്കെ ഇപ്പൊ തനത് നാടൻ പാട്ടിന്റെ ഭംഗി എന്ന് പറയുന്നത് നല്ല തനത് നാടൻ പാട്ട് പാടുമ്പോൾ ആരും തുള്ളത്തില്ല. നല്ല സത്യം, ആരും തുള്ളാൻ തോന്നത്തില്ല. അവർക്ക് അതിന്റെ ആ പാട്ടിന്റെ വരികളിൽ അവര് ലയിച്ച് ഇരുന്നു പോകും. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ തുള്ളാൻ വേണ്ടിയുള്ള പാട്ടല്ലേ പാടുന്നത്. അല്ലെങ്കിൽ ആ പാട്ട് പാടിയില്ലെങ്കിൽ ഇന്നത്തെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ആദിവാസികളുടെ ഇടയിലും വേറൊരു രീതിയിലുള്ള നാടൻ പാട്ടാണ്, ഇതല്ല വേറൊരു ലെവലാ. അവരുടെ ഇടയിലോട്ട് പോകുമ്പം വേറൊരു ഭാഷയുടെ വ്യത്യാസമാണ്. പിന്നെ അവരുപയോഗിക്കുന്ന ഈ പറയുന്ന സംഗീത ഉപകരണങ്ങളിലും വ്യത്യാസമാണ്. അതൊക്കെ പിന്നെ അവരെ ജീവിതമായിരിക്കും പറയുന്നത്, അവരുടെ ജീവിതമായിരിക്കും കാട്ടുപ്രദേശങ്ങളുമായിട്ടുള്ള ജീവിതങ്ങളും അവരുടെ ഭക്ഷണ രീതിയും കല്യാണവും അവരുടെ കല്യാണം, അവരുടെ പെൺകുട്ടികളുടെ ചടങ്ങ്, അതിനെ കുറിച്ചൊക്കെയാണ് അവരെ കൂടുതലും വർണ്ണിച്ച് പാടുന്നത്. കോലങ്ങളൊക്കെ കെട്ടിയാടുമ്പോഴും ഞങ്ങള് നിങ്ങളുടെ ദൈവമല്ലേ, കോലങ്ങളൊക്കെ അഴിച്ചു വെച്ചാലോ വേലിക്ക് ഞങ്ങ പുറത്തല്ലേ എന്നാണ് അതിന്റെ അടുത്ത ലൈൻ. അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് കേട്ടാ, തീർച്ചയായും അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. പക്ഷെ നമ്മളതിനെ അത് ഇന്നത്തെ കാലത്തും നമ്മൾ പറയും ജാതിയില്ല, ജന്മിത്വം ഇല്ല, അതില്ല, ഇതില്ല, നിറത്തിന്റെ പ്രശ്നം, എനിക്ക് അങ്ങനെ നിറം പ്രശ്നമില്ല, മറ്റതില്ല, അങ്ങനെയൊക്കെ പല ആൾക്കാർ പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതൊരിക്കലും പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയുന്ന ന്യൂജൻ പിള്ളേർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവരുടെ ഉള്ളിൽ പഴയതിൻ്റെ അത്രയും ഇല്ല, കാണത്തില്ല. പഴയതിൻ്റെ അത്രയും ഇല്ലെങ്കിലും സ്നേഹിക്കാൻ കഴിയുന്നവൻ സ്നേഹിച്ചാൽ മതി. അല്ലെങ്കിൽ അങ്ങനെ എന്നെ ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലെ പരിപാടിക്കോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലെ ഫംഗ്ഷനോ അങ്ങനെ എന്നെ കൂട്ടാൻ പറ്റുന്നെങ്കിൽ കൂട്ടിയാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ മാറ്റി നിർത്തിക്കും അങ്ങനെ. പക്ഷെ അത് പറയാൻ മടിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഞാൻ ഇന്ന ആളാണ് എന്ന് പറയാൻ ഒരു പൊതുസ്ഥലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിയിലോ കൂടുമ്പോഴത്തേക്കും ഒരു സ്വന്തമായിട്ട് ഞാൻ ഈ താഴ്ന്ന ജാതിയിലാണ് ഒരു അപകർഷബോധമാണ്, ഞാൻ അവരെയൊക്കെ താഴ്ന്നവനാണല്ലോ എന്നൊരു അപകർഷബോധം കൊണ്ട് സ്വയം ഒഴിഞ്ഞു മാറുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ താഴ്ന്നു കൊടുക്കുന്നതനുസരിച്ചാണ് നമ്മളെക്കാൾ കരുത്തനാകാൻ ശ്രമിക്കുന്നവർ നമ്മളെ പിന്നും ചവിട്ടി താഴ്ത്തുന്നത്. നമ്മൾ താഴ്ന്നുമ്പോഴെന്ന് കാണുമ്പോഴാണ് നമ്മളെ ചവിട്ടി കയറാൻ നിൽക്കുന്നത് വീണ്ടും നമ്മളെ ചവിട്ടി താത്തുന്നത്. അപ്പം അങ്ങനെ ഇടം കൊടുക്കാതെ ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ചവനാണ്, എൻ്റെ കുലം ഇതാണ്, എൻ്റെ സംസ്കാരം ഇതാണ് എന്ന് പറയാൻ ആർജവം കാണിക്കണമെന്ന് ഞാൻ പറയത്തില്ല. എന്നുള്ളതിൻ്റെ അത്രയും ഇന്നില്ല, കാര്യം ഇന്നില്ല. ഇന്ന് കുറെ കൂടെ തിരിച്ചറിവായി എന്നേ ഉള്ളൂ. എങ്കിലും എങ്കിലും അവഗണന, അന്ന് ജന്മിത്വം എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ കയ്യിലിരിക്കുന്നതും കൂടെ പിടിച്ചു പറിക്കുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് വേറൊരു സ്റ്റൈലില്ല, അടുപ്പിക്കത്തില്ല, രൂപം മാറിയെന്നേ ഉള്ളൂ. ഇത് പിടിച്ചു പറയില്ല, ഇവരുടെ കയ്യിൽ നിന്ന് ഒന്നും പിടിച്ചു പറിക്കില്ല. പണ്ടെന്ന് പറഞ്ഞാൽ പാടത്ത് പണിയെടുത്ത് അവൻ ഉണ്ടാക്കി വെക്കുന്ന, അവൻ കരുതി വെക്കുന്നതും
തുച്ഛമായ എന്തെങ്കിലും ആയിരിക്കും കൂലിയായിട്ട് കിട്ടുന്നത്. അതുകൂടെ കരുതി വെക്കുന്നത് കപ്പം മറ്റേത് മറിച്ചത് പറമ്പിൻ്റെ കുടിയവകാശം അങ്ങനെ പിന്നെ കിടക്കുന്നതിന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്നും അതും കൂടെ പിടിച്ചെടുക്കുന്നതായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ പിടിക്കുന്നില്ല എന്നേ ഉള്ളൂ, അങ്ങനെ ചെയ്യുന്നില്ല. എന്നാലും ഈ പറഞ്ഞ ജാതീയ വ്യവസ്ഥയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് അത് അനുഭവത്തിൽ നമ്മൾ പാലക്കാടിനഴകുള്ളൊരു നാട്ടില് സുന്ദരി പെണ്ണുണ്ടേ, കണ്ടിട്ടും കാണാതെ മിണ്ടിട്ടും മിണ്ടാതെ പോയൊരു പെണ്ണാണ്. കല്യാണപ്പന്തലിൽ കള്ളക്കണ്ണിട്ടെന്നെ നോക്കിയ പെണ്ണാണ്, കല്യാണപ്പന്തലിൽ കള്ളക്കണ്ണിട്ടെന്നെ നോക്കിയ പെണ്ണാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ ആള് പിരിഞ്ഞപ്പോ പെണ്ണങ്ങ് പോയി മറഞ്ഞേ, പെണ്ണങ്ങ് പോയി മറഞ്ഞേ. പാലക്കാടിനഴകുള്ളൊരു നാട്ടില് സുന്ദരി പെണ്ണുണ്ടേ, കണ്ടിട്ടും കാണാതെ മിണ്ടിട്ടും മിണ്ടാ ചന്തം കണ്ടിട്ടാകെ ഗന്ധം വിട്ടെന്നങ്ങ് കോലും മച്ചാരി നിന്നു. ചക്കച്ചൂള പോലെ പെണ്ണിനെ കണ്ടപ്പോൾ ഞാനെന്ന് പുഞ്ചിരിച്ചേ, ചന്തം കണ്ടിട്ടാകെ ഗന്ധം വിട്ടെന്നങ്ങ് കോലും മച്ചാരി നിന്നു. ചക്കച്ചൂള പോലെ പെണ്ണിനെ കണ്ടപ്പോൾ ഞാനെന്ന് പുഞ്ചിരിച്ചേ. നെന്മറക്കാവിലെ വേലയ്ക്ക് പോയപ്പോ പെണ്ണിനെ ഞാനും കണ്ടേ, നെന്മറക്കാവിലെ വേലയ്ക്ക് പോയപ്പോ പെണ്ണിനെ ഞാനും കണ്ടേ. പാതിമുഖം മറച്ചില്ലോളം നേരം പെണ്ണൊന്നു പുഞ്ചിരിച്ചോ, പെണ്ണൊന്നു പുഞ്ചിരിച്ചോ. പാലക്കാടിനഴകുള്ളൊരു നാട്ടിലെ സുന്ദരി പെണ്ണുണ്ടേ, കണ്ടിട്ടും കാണാതെ മിണ്ടിട്ടും മിണ്ടാതെ പോയൊരു പെണ്ണാണ്. പാലക്കാടിനഴകുള്ളൊരു നാട്ടിലെ സുന്ദരി പെണ്ണുണ്ടേ, കണ്ടിട്ടും കാണാതെ മിണ്ടിട്ടും ഒരു അമ്പലമാണ്. അമ്പലമായിട്ട് എന്തെന്ന് പറഞ്ഞാൽ ചേട്ടാ, ഇത് വളരെ ഞാൻ പഠിച്ച സ്കൂളാണ് ഈ അമ്പലത്തിന്റെ വാതിക്കെ കാണുന്നത്. അപ്പം ഈ അമ്പലത്തിൽ അന്നത്തെ കാലത്ത് കൊച്ചു സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആഹാരത്തിന്റെ ഒരു വീടുകളിൽ അന്നത്തെ കാലത്ത് ആഹാരത്തിന്റെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്വാഭാവികമാണ് അന്നത്തെ സമയത്ത്. ഇന്നതില്ല എങ്കിൽ പോലും അന്നത്തെ സമയത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്കൂളിൽ ചില ദിവസങ്ങളൊന്നും ഉച്ചക്കഞ്ഞിയൊന്നും കിട്ടാതെ വരുന്നൊരു സാഹചര്യങ്ങളുണ്ടായിരുന്നു അന്നത്തെ സമയത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പാക്കമ്മയെന്ന് പറഞ്ഞൊരു അമ്മയുണ്ടായിരുന്നു. ഞാൻ ഒരിടത്തെ പാത്രം കഴുകാനും ഒക്കെ നിൽക്കുന്ന ഒരു അമ്മയാണ്. അപ്പോൾ ഞങ്ങൾ വിശന്ന് കളന്ന് നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. ഞങ്ങൾ ഓടി സ്കൂൾ വിട്ടേണ്ട ഉച്ചയ്ക്ക് ഓടി ഇവിടെ വരും. അമ്മ ഇവിടെ നിന്ന് പാൽപ്പായസം, ഇവിടെ നിന്ന് അറുനാഴി പായസം, എള്ള് പായസം എപ്പോഴും കാണത്തില്ല, എങ്കിലും ഉള്ളതൊക്കെ കടും പായസമൊക്കെ എടുത്ത് ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ അതും കഴിച്ച് അമ്മയെ ഒന്ന് സഹായിച്ച്. പുറകിൽ പാത്രം കഴുകുന്ന സ്ഥലമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി അമ്മയൊക്കെ ഒന്ന് സഹായിച്ചിട്ടാണ് ഉള്ളത്. അപ്പം അവിടം തൊട്ട് നമ്മൾ വിശപ്പടക്കി നമ്മുടെ കുഞ്ഞുകാലം തൊട്ട് വിശപ്പടക്കിയിരുന്നൊരു ഒരു സ്ഥലമാണ്. അവിടെ അത്രമാത്രം നമുക്കൊരു ഒരിക്കലും നമ്മളിപ്പോൾ ഞാൻ ദൂരെ ഏതൊരു അമ്പലത്തിൽ തൊഴാൻ പോയാലും ഫസ്റ്റ് കണ്ണടച്ച് വിളിക്കുന്ന പഴവിടമ്മയെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് എൻ്റെ മനസ്സറിയാതെ അങ്ങനെ വന്നു. അത് അത്രത്തോളം നമുക്ക് ഇതിന്. പിന്നെ അത് കൂടാതെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, 6 ആയപ്പോഴത്തേക്കും ഇവിടെ ഉത്സവത്തിന് കുത്തിയോട്ടം എന്ന് പറയുന്നൊരു വഴിവാണ് ഇവിടെ. അതിലേക്ക് വരും. അതും ഇതുപോലെ തന്നെ വിശപ്പ് അടക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വരുന്നത്. കാര്യം കുത്തിയോട്ടം കഴിയുമ്പോൾ വീടുകളിൽ നിന്ന് അന്നദാനം ഉണ്ടാകും. അപ്പം അത് കഴിക്കാം എന്നൊരു ധാരണയിൽ മാത്രമാണ് ആ സമയങ്ങളിൽ ഇതിൻ്റെ കൂടെ നമ്മൾ കൂടിയത്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു പാട്ടും നമ്മുടെ ഉള്ളിലൊരു താളബോധം, ചെറിയൊരു താളബോധം നമുക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ കുത്തിയോട്ടത്തിലെ പാട്ട്, അമ്മയുടെ പാട്ട്, ശിവൻ്റെ മഹാദേവൻ്റെ പാട്ട്, അയ്യപ്പൻ്റെ പാട്ട്, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തറഞ്ഞു കയറുകയും ഒരു ആഗ്രഹം, ഇത് പാടണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവുകയും പാടുന്ന കൂട്ടത്തിൽ തന്നെ അവർ നമ്മുടെ ആശാനാണ് രാജേഷ് എന്ന് പറയുന്നത്, ലൈബുജി എന്ന് വിളിക്കും. ഒരാശാൻ അമ്പലത്തിനകത്തിരിപ്പുണ്ട്. നാലും കളം വരച്ച് 12 എണ്ണം വെച്ച് രാജാക്കന്മാരോലപ്പാമ്പ് കളിക്കാൻ പോയി, രാജാക്കന്മാരോലപ്പാമ്പ് കളിക്കാൻ പോയോ. താനോ താനിന്താനോ താനിന്താനോ തനതകതാനോ താനിന്താനോ താനിന്താനോ താനോ താനിന്താനോ താനിന്താനോ തനതകതാനോ താനിന്താനോ താനിന്താനോ. എന്റെ അച്ഛ മുത്തച്ഛ കാരണന്മാരെ ഞങ്ങളിവിടെ കൊട്ടിപ്പാറായി കേട്ടോ. എന്റെ അച്ഛ മുത്തച്ഛ കാരണന്മാരെ ഞങ്ങളിവിടെ കൊട്ടിപ്പാറായി കേട്ടോ. അപ്പം എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന ആശാന്മാരിൽ ഒരാൾ ലൈബുജി എന്ന് വിളിക്കും, രാജേഷ് എന്നാണ് പേര്, അതെൻ്റെ സഹോദരൻ തന്നെയാണ്. പിന്നെ രായപ്പണ്ണൻ, ഉണ്ണിച്ചേട്ടൻ, മരിച്ചുപോയ 2 പ്രായമുള്ള 2 പേരുണ്ടായിരുന്നു, ദാമോദരൻ ആശാൻ, പിന്നെ അമ്പാടി എന്നൊക്കെ പറയുന്ന, പിന്നെ രാമേന്ദ്രൻ മാമൻ,
അവരൊക്കെ ഉണ്ട്. അപ്പം അവരുടെയൊക്കെ ആ ഒരു ശിക്ഷണത്തിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനോട് ക്രേസ് തോന്നുകയും നമ്മുടെ ഉള്ളിൽ ഒരു ഈ പാട്ടിനോടൊരു ഇത്തരത്തിലുള്ള ക്ഷേത്രകലയോടും ഇത്തരത്തിലുള്ള നമ്മുടെ നാടൻ കലകളിലോടൊക്കെ ഒരു താല്പര്യം ഉള്ളിലുള്ളത് കൊണ്ട് അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ ഈ അമ്പലത്തിൽ കുത്തിയോട്ടം പാട്ട് പാടിയാണ് നമ്മുടെ ആരംഭം. അങ്ങനെ കുത്തിയോട്ട പാട്ട് പാടിയുള്ള ആരംഭം അരങ്ങേറ്റം അങ്ങനെയാണ് ഈ അമ്പലത്തിൽ അമ്മയുടെ നടയിൽ വർഷങ്ങളോളം ഇപ്പോഴും ഇവിടെ നമ്മൾ പാടുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ പാടിക്കൊണ്ടിരിക്കുക. എല്ലാ വർഷവും അമ്മയുടെ നടയിൽ 10-30 ദിവസം വ്രതം എടുത്തിട്ട് വന്ന് അമ്മയുടെ നടയിൽ പാടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പം നമുക്ക് അന്ന് നമ്മൾ വിശപ്പടക്കാൻ വേണ്ടി മാത്രം വന്നിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ ഒരു ജീവനാണ് കുത്തിയോട്ടം എന്ന് പറയുന്ന ഒരു ജീവനാണ്. അങ്ങനെ കുത്തിയോട്ടത്തിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു പുതിയ സമിതി തുടങ്ങുന്നു, നാടൻപാട്ട് സമിതി തുടങ്ങുന്നു. അതിലേക്ക് വരുന്നോ എന്ന് ചോദിക്കുകയും, രോഹിത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ കുട്ടനാടൻ തേനാദി എന്ന് പറയുന്നൊരു സമിതി രൂപീകരിക്കുകയും അതിൻ്റെ ഓണറായിട്ടിരിക്കുന്ന ആളാണിത്. ഇവരുടെ പേര് പറഞ്ഞില്ല, ഇത് അമൽ. അപ്പം ഇവരെ നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ എന്നെ അതിലോട്ട് ക്ഷണിക്കുകയും അങ്ങനെ ഞങ്ങൾ കൂടി ഒരു ചെറിയ ഇതെല്ലാം സമിതിയെല്ലാം രൂപീകരിച്ച് അതിൽ നമ്മുടെ ഗതികയിൽ വായിക്കുന്ന പിന്നെ അഖിൽ, പിന്നെ സുബിൻ, പിന്നെ നമ്മുടെ ശരത്ത്, ആറന്മുള ശരത്ത്, അദ്ദേഹം ഋതംബാടൊക്കെ വായിക്കുന്ന പാട്ടുകാരനാണ് അദ്ദേഹം. ഇവരെല്ലാം കൂടെ സംഘടിച്ച് നമുക്കൊരു സമിതിയാക്കുകയും ഞങ്ങൾ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് പിന്നെ അവതരിപ്പിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകുമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിലാണ് അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ആലപ്പുഴ നിഴൽ ഫോക്ക് മീഡിയയിലേക്ക് വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാനും ഇദ്ദേഹം എത്തുന്നത്. അവിടുത്തെ ഒരു പ്രോത്സാഹനമാണ് നമ്മളാക്കിയത് എന്ന് പറയാം. അതിനകത്ത് മിഥുൻ രാജ്, അമ്പാടി, സുരേഷ് ഏട്ടൻ, ഇവരടങ്ങുന്നൊരു നല്ലൊരു ടീമുണ്ട് അതിനകത്ത്. അങ്ങനെ ആ ഒരു കൂട്ടുകെട്ടാണ് നമ്മളെ നല്ല രീതിയിൽ നമുക്കൊരു ഒരുപാട് വേദികളിൽ പങ്കെടുക്കാനും പാടാനൊക്കെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ആ ഒരു വേദിയിൽ. താരാതഗതിമി താരാൻ താരാതഗതിമി താരാ താരാതഗതിമി താരാ താരാതഗതിമി താരാൻ താരാതഗതിമി താരാൻ താരാതഗതിമി താരാ താരാതഗതിമി താരാ. നേരം വെളുത്തൊരു നേരം, നേരം വെളുത്തൊരു നേരം, നേരം വെളുത്തൊരു നേരം, നമ്മുടെ കൂനപ്പൻ ശങ്കരൻ തണ്ടാൻ. താരതഗതിമി താരാൻ താരതഗതിമി താരാൻ താരതഗതിമി താരാ താരതഗതിമി താരാ. കത്തികരുവിയെടുത്തേ കത്തികരുവിയെടുത്തേ കത്തികരുവിയെടുത്തേ, നമ്മുടെ കൂനപ്പൻ ശങ്കരൻ തണ്ടാൻ. താരതഗതിമി താരാ താരതഗതിമി താരാ താരതഗതിമി താരാ താരതഗതിമി താരാ. പാട്ടുകൾക്കായിരിക്കും കൂടുതൽ റിക്വസ്റ്റ് നേരത്തെ വരുന്നത്. പക്ഷെ ഇപ്പം ഈ ട്രെൻഡൊക്കെ മാറിയതുകൊണ്ട്, ന്യൂജൻ സ്റ്റൈലായതുകൊണ്ട് ഇപ്പോഴത്തെ മോഡൽ പാട്ടുകളൊക്കെ ഇപ്പം കൂടുതലും പറയാറുണ്ട്. എങ്കിൽ പോലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരിപാടി അവതരിപ്പിക്കാൻ പോകുമ്പോഴത്തേക്കും തനത് പാട്ടുകൾ മാത്രം ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരു പാട്ടും കൂടി കേട്ടാലോ? നമുക്ക് മണിച്ചേട്ടൻ്റെ ഒരു പാട്ടായാലോ? കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്ന് എൻ്റെ പൊന്നാരേ, മാമ്പഴമാകട്ടെ എന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്ന് എൻ്റെ പൊന്നാരേ, മാമ്പഴമാകട്ടെ എന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്ന് എൻ്റെ പൊന്നാരേ, മാമ്പഴമാകട്ടെ എന്ന്. വെള്ളമപ്പള്ളിയുള്ള മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങി തന്നു എൻ്റെ പുന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. നമ്മുടെ ഈ സ്കൂളുകളിലൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടുന്നു. ഇവിടെ തന്നെയാണോ നാട്? എന്റെ സ്വന്തം സ്ഥലമാണ് ഇവിടെ, ഈ പഴയ വീട്. ഞാനിപ്പോ താമസിക്കുന്നത് വൈഫിന്റെ വീടിന്റെ അടുത്താണ്. അവിടെയാണ്. അവിടെ ഇവിടുന്ന് 9 കിലോമീറ്റർ ഉണ്ട് നമുക്ക്.
സ്കൂളുകളിലെ ചെറിയ ചെറിയ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. നാടൻ പാട്ട് അങ്ങനെയൊക്കെയുള്ള യുവജനോത്സവത്തിലൊക്കെ അല്ല, അങ്ങനെ യുവജനോത്സവത്തിൽ അത്രയും വലിയ സ്റ്റേജിലേക്ക് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനൊന്നും അങ്ങനെ ആളുണ്ടായിട്ടില്ല. ക്ലാസ്സിലെ ചില പരിപാടികൾക്കും പിന്നെ നാട്ടിലെ ചില പരിപാടികൾക്കൊക്കെ നമ്മളിങ്ങനെ ഒന്ന് പാടാറുണ്ട്. ഈ ഒരു പ്രൊഫഷണലിലോട്ട് കടക്കുന്നത് സത്യത്തിൽ ഇവരെ പോലുള്ളവരുടെ കൂട്ടുകെട്ട്, ഇവർക്ക് പണ്ട് തൊട്ടേ ഇതിനു വേണ്ടി ഇവരെല്ലാം സപ്പോർട്ടാണ്. അത് വളരെ അതിനൊക്കെ ഇവരോടൊക്കെ ഒരുപാട് നന്ദി പറയേണ്ട കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മിഥുൻ രാജ്, സുരേഷ് ചേട്ടൻ, പിന്നെ അമ്പാടി, അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് രതീഷിന്റെ വന്ന വഴിയിൽ ഒരുപാട് പേരുണ്ട്. അവരിപ്പോഴും സ്മരിക്കും. എല്ലാവരെയും നമ്മളെ കൈപിടിച്ച് തന്ന എല്ലാവരെയും നമ്മൾ സ്മരിച്ചേ പറ്റത്തുള്ളൂ. കാര്യം നമ്മളെ ഒഴിവാക്കിയവരുണ്ട്, പക്ഷെ ഒഴിവാക്കിയവരോടൊന്നും എനിക്കങ്ങനെ ഇതൊന്നുമില്ല. കാര്യം ഈ ഒഴിവാക്കിയവർ തന്നെ പിന്നീട് ഇപ്പം നമ്മളെ കാണുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പം അവരുടെ പ്രശ്നമല്ല, നമ്മുടെ സ്വഭാവത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കാം നമ്മളെ ഒഴിവാക്കി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അപ്പം നമ്മൾ അവരോടൊന്നും ഇന്നും ഇത് വയ്ക്കുന്നത്. അതുകൊണ്ട് കൈപിടിച്ച് നമ്മളെ ഇപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുന്നവരെ നമ്മൾ ഇപ്പോഴും സ്മരിക്കും, എന്ന് സ്മരിച്ചേ പറ്റത്തുള്ളൂ. ഒരു 2 നാടൻപാട്ട് എഴുതുന്നു. അതെനിക്ക് എൻ്റെ സമിതി ഇദ്ദേഹമാണെങ്കിലും പിന്നെ നമ്മുടെ ആലപ്പുഴ നിഴൽ ഫോക്ക് മീഡിയയിലെ എല്ലാ അംഗങ്ങളും അതിലെ ഫസ്റ്റ് വരി ഞാൻ ചുമ്മാ ഒന്ന് പാടിയിട്ടപ്പോൾ തന്നെ ഇത് അടിപൊളിയായി, ഇത് കത്തും എന്ന് പറഞ്ഞവരാ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലൊരു പ്രോത്സാഹനം കിട്ടി. അങ്ങനെ 3 പാട്ട് എഴുതി. 3ാമത്തെ പാട്ടിൻ്റെ പണിപ്പുരയിലാണ്. 2 പാട്ട് ഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട്. എഴുതിയിൽ ഒരു പാട്ടിപ്പം സിനിമയിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ അവർ നമ്മുടെ പാട്ട് സെലക്റ്റായി അതിൽ പാടാനും ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ വഴി വെച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം കഴിവല്ല, നമ്മളെയൊന്ന് പ്രോത്സാഹിപ്പിക്കും. നമ്മൾ എഴുതുന്ന വരികൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, പാടുന്ന കാര്യങ്ങൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ കൂടെ 5-6 പേരുണ്ട് എന്നൊരു ഒരു ബലമാണ് നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരോടൊക്കെ ഒരിക്കലും നമുക്ക് തീരാത്ത കടപ്പാട് തന്നെയുണ്ട് നമ്മളെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിവാക്കിയവരോട് നമുക്ക് ബുദ്ധിമുട്ടുമില്ല കേട്ടോ, അതുമില്ല. അവരോടൊന്നും അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ സ്വഭാവത്തിന്റെ ദൂഷ്യം കൊണ്ടായിരിക്കും അവർ പക്ഷെ അവർ മാറ്റിയത്. ആവശ്യങ്ങൾക്ക് നമ്മളെ വേണം. ആവശ്യങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അതിയായ ആവശ്യങ്ങൾക്കും വേണം, അത്യാവശ്യത്തിനും വേണം, എന്തിനും വേണം. അത് കഴിയുമ്പോൾ അവരുടേതായ ഏതെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടേതായ ഒരു കാര്യങ്ങൾ നടക്കുമ്പോഴോ നമ്മളെ മാത്രം ഒഴിവാക്കി നിർത്താം. അതിന് അവൻ വന്ന അലമ്പ അങ്ങനെ ഒരു ഇത്. എന്നിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള അവർക്ക് തുറന്നു പറയാൻ പറ്റാഞ്ഞിട്ട് മറ്റൊരാളെ കൊണ്ട് മീഡിയേറ്ററാക്കി നമ്മളോട് നീ അങ്ങോട്ട് വരരുത്, അവന്മാർക്ക് അത്ര ഇതല്ല എന്ന് പറയിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അത് 1-2 വ്യക്തികളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അവരോട് ഞാനിപ്പോൾ കണ്ടാലും ഞാൻ വിളിക്കും, അവരിപ്പോൾ എന്നെ കണ്ടാലും വിളിക്കും. അത് കാലത്തിൻ്റെ ഒരു ഇതായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വിഷമം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് അങ്ങനെ വിഷമം ഉണ്ടാക്കിയവരോട് ഇപ്പോഴും എനിക്ക് ഒന്നുമില്ല. അതേപോലെ നമുക്ക് പ്രതീക്ഷിക്കാതെ വല്ല സന്തോഷങ്ങൾ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സന്തോഷ നിമിഷങ്ങൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സന്തോഷമാണ് എൻ്റെ പാട്ട് സിനിമയിലേക്ക് സെലക്ട് ആവുക എന്ന് പറയുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം. ഞാനൊരു അങ്ങനെ നിരന്തരം എഴുതുന്ന ആളല്ല. എനിക്ക് ഇങ്ങനെ ഇവരുടെയൊക്കെ സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് മാത്രം ഞാൻ ഒരു കൊയ്ത്തുപാട്ട് എഴുതി. ഇപ്പം അത് ലവ് സോങ് ആണ്, നാടൻ പാട്ട് രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും പാടാം. ചേലയുടുത്ത് ചേലുള്ള പുഞ്ചിരി തൂകി, ചെമ്പട്ടിൻ ചേലയുടുത്ത് ചേലുള്ള പുഞ്ചിരി തൂകി, കാണാനഴകുള്ള പെണ്ണിനെ കണ്ടപ്പോൾ മോഹങ്ങൾ പൂത്തുലഞ്ഞേ, കാണാനഴകുള്ള പെണ്ണിനെ കണ്ടപ്പോൾ മോഹങ്ങൾ പൂത്തുലഞ്ഞേ, ചേലത്ത നാട്ടിലെ പെണ്ണെ നിന്റെ ചേലുള്ള പൂമുഖം കണ്ടേ, ചേലത്ത നാട്ടിലെ പെണ്ണെ നിന്റെ ചേലുള്ള പൂമുഖം കണ്ടേ, കണ്ണു നിറച്ചു ഞാൻ കാണുമ്പോഴൊക്കെയും ഉള്ളം തുടി തുടിച്ചേ, കണ്ണു നിറച്ചു ഞാൻ കാണുമ്പോഴൊക്കെയും ഉള്ളം തുടി തുടിച്ചേ, ചാലിച്ച ചന്ദനം ചാത്തി ചന്തത്തിൻ പൂമിഴി കാട്ടി, ചാലിച്ച ചന്ദനം ചാത്തി ചന്തത്തിൻ പൂമിഴി കാട്ടി, മിന്നും കാവേളത്ത് കാണുന്നു ഉണക്കുഴി നാണത്താൽ പുഞ്ചിരിച്ചേ, മിന്നും കാവേളത്ത് കാണുന്നു ഉണക്കുഴി നാണത്താൽ പുഞ്ചിരിച്ചേ. ഞാനിത് ഞങ്ങളുടെ ട്രൂപ്പിന്റെ ഓണറാണ്, ഞാൻ പറഞ്ഞില്ല സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞത്. പുള്ളി ഭയങ്കര ഇതാണ് കേട്ടോ, സപ്പോർട്ടാണ് നമുക്ക്. അപ്പം അദ്ദേഹം പിന്നെ ഈ പാട്ടിൻ്റെ ആദ്യത്തെ വരി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ഒരു നാടൻ പാട്ടിൻ്റെ ഒരു മീറ്റിങ്ങിന് പോകുന്ന സമയത്താണ് ഈ പാട്ട് ഞാൻ കാറിലിരുന്ന് പാടുന്നത്.
അങ്ങനെ എന്നിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇങ്ങനെ ഒരു പാട്ട് എഴുതിയെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ആ വരി ആദ്യത്തെ 4 വരി കേട്ടപ്പോൾ തന്നെ ചേട്ടനോട് പറഞ്ഞു, നമുക്കിത് ആൽബം ആക്കാം, നമ്മുടെ കുട്ടികളെ വെച്ചിട്ട് ആൽബം ആക്കാമെന്ന് പറഞ്ഞു. ഉറവിലെ പാടിക്കൊണ്ടിരിക്കുന്ന അരുൺ എന്ന് പറയുന്ന അരുൺ ചേട്ടൻ ഈ പാട്ട് അയച്ചു. അപ്പോൾ അരുൺ പറഞ്ഞിടാ, പിന്നെ ഈ പാട്ട് നല്ല പാട്ടാണ്, നല്ല വരികളാണ്, നീ ഇത് വേറെ എവിടെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മേലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ 3-4 ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ 3-4 വരി വെച്ച് പാടി അയച്ചിട്ട് കൊടുത്തു. അപ്പം എല്ലാവരും 4 സൈഡിൽ നിന്നും പൊതിഞ്ഞ് 4 സൈഡിൽ നിന്ന് ഇങ്ങനെ പൊതിഞ്ഞ് ഈ പാട്ട് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചു, ഈ പാട്ട് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചു. അതായത് അതിലൊരാൾ നമ്മളെ നേരിട്ട് വന്ന് സംസാരിച്ചപ്പം അവർക്ക് ആ പാട്ട് ആപ്റ്റാണ്, അത് ഞങ്ങളെടുക്കുക, അതിനകത്ത് പാടാനും ഒരു അവസരം കിട്ടി. അത് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു, അത് അമ്മയുടെ കടാക്ഷമാണ്. അത് നമ്മൾ ഇത്രയും വർഷങ്ങളായില്ലേ ഇവിടെ നിന്ന് പാടുന്നത്, അപ്പം അമ്മയ്ക്കും നമ്മളെ കാണുന്നല്ലേ, അപ്പം ആ ഒരു ഇത് തന്നതാ. അത് അമ്മയുടെ കടാക്ഷമായിട്ട് ഞാനിപ്പോഴും അമ്മയുടെ ഐതിഹ്യത്തിൻ്റെ 3-4 വരി പാടാം. അമ്മയുടെ മണ്ണിൽ നിന്ന് പാടാൻ കഴിയാന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ കാര്യം. അമ്മയുടെ മണ്ണിൽ എല്ലാ വർഷവും പാടുന്നതാണ്, എങ്കിലും അമ്മയുടെ മണ്ണിൽ എപ്പോഴും ഇരുന്ന് പാടാൻ കഴിയണം. ജീവിതാവസാനം വരെ അമ്മയുടെ മണ്ണിൽ ആ പാട്ട് പാടാൻ നമുക്ക് അവസരം ഉണ്ടാകണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന എല്ലാ വർഷവും. അമ്മേ ഭഗവതി ദേവി പഴവീട്ടിൽ വാഴുന്നോരംബികെ കൈതൊഴുന്നേ, കാരുണ്യമേകണം കാത്തരുളിടണം കാത്യായനി ദേവിയെ നമസ്തേ. തന്നന്നാനന്ന തന്നാനായി താനന്നാനന്നെ തന്നാനാം, തന്നന്നാനന്ന തന്നാനായി താനന്നാനന്നെ തന്നാനാം. വിഘ്നങ്ങളൊക്കെ അകറ്റിത്തരുവാൻ വിഘ്നേശ്വരാ നിന്നെ കുമ്പിടുന്നേ, വിദ്യാവിനോദിനി വിശ്വൈകമോഹിനി പാണി മാതാവേ തുണച്ചിടണേ. തന്നന്നാനന്ന തന്നാനായി താനന്നാനന്നെ തന്നാനാം. അമ്മയുടെ പാൽപ്പായസമാണ്. ഈ ഇൻ്റർവ്യൂ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ കുട്ടിക്കാലത്ത് വിശപ്പകറ്റാനായിട്ട് ഈ ആൾത്തറ വരികയും ഇവിടുത്തെ ഒരു പാക്കമ്മയെക്കുറിച്ച് പറഞ്ഞ്. പിന്നെ ഇപ്പോൾ പാക്കമ്മയുടെ സ്ഥലത്ത് വേറെ ലുക്കിടിയമ്മ എന്ന് പറയുന്ന അമ്മയുണ്ടാവും ഇവിടെ. അപ്പം ആ പറഞ്ഞ കാര്യങ്ങൾ കണ്ടല്ലോ നമുക്ക്. നമ്മൾ ആ പഴയ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ഇപ്പം തന്നെ പാൽപ്പായസം ആരും ചോദിച്ചൊന്നുമല്ല, അവിടുന്ന് ഇവിടെ കൊണ്ട് തന്നതാണ് നമുക്ക് കുടിക്കും. നമ്മുടെ അമ്മയുടെ പാൽപ്പായസമാണ്. എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ ഒരുപാട് നമ്മൾ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തത്തുമില്ല. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യത്തിന് മാത്രം വരും, കാര്യങ്ങൾ പറയും. എൻ്റെ ആ മണ്ണാണിത്. ഞാൻ പറഞ്ഞില്ല, പാട്ടിലേക്ക് കടക്കുന്നത് തന്നെ ഞാൻ ഇവിടെ നിന്ന് പാടി. അപ്പം എനിക്കതൊരു അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അമ്മയുടെ മണ്ണിരുന്നല്ലേ പറയുന്നത്. കുടുംബത്തെ പറ്റി? കുടുംബം 2 ആൺകുട്ടികളാണ്. പൊങ്ങയാണ് വൈഫിൻ്റെ വീട്. 2 ആൺകുട്ടികൾ. ഒരാൾ വിശ്വജിത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അതും ഞാൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ ഒരാൾ വിശ്വകീർത്തി, അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതിൽ ഇളയവൻ ഇച്ചിരി കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. മൂത്തവന് സ്പോർട്സിനോടാണ് താല്പര്യം, അപ്പം അവനെ ആ വഴിക്ക് അങ്ങ് വിട്ടിരിക്കുന്നു. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? വൈഫ് തയ്ക്കുന്നുണ്ട്. രതീഷ് നാടൻ പാട്ടല്ലാതെ തൊഴിൽ? എന്റെ തൊഴിൽ ഞാൻ മരപ്പണിയാണ്. മരപ്പണി ചെയ്യുമ്പോൾ പാട്ടൊക്കെ പാടിക്കൊണ്ട് പിന്നെ പണി സ്ഥലത്ത് നമ്മള് മറ്റേ ചെറിയ മറ്റേ ബോക്സും കൊണ്ടാവോളെ മൊബൈലില് കണക്ട് ചെയ്ത് നാടൻ പാട്ട് മാത്രം. നമ്മള് സൈറ്റിലുണ്ടെങ്കിൽ നമ്മുടെ ഓണർക്ക് അറിയാം അവൻ സൈറ്റിലുണ്ട്. അപ്പൊ നമ്മള് സൈറ്റിലുള്ള ഒരുപാട് സൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ നിൽക്കുന്ന സൈറ്റിൽ പാട്ട് കേൾക്കും. അപ്പൊ ഓണർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ കോൺട്രാക്ടർക്ക് മനസ്സിലാവും അവനെങ്ങും പോയിട്ടില്ല, അവർ ഈ സൈറ്റിലുണ്ട് എന്ന് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മുടെ ഇത്. അവിടെ വീട്ടുകാരൊക്കെ സപ്പോർട്ട് തന്നെയാണ്, എല്ലാവരും സപ്പോർട്ടാ. അങ്ങനെ സപ്പോർട്ട് അല്ലാത്തവരായിട്ട് ആരുമില്ല. പിന്നെ നമുക്ക് പറയാൻ കുറച്ച് കസിൻസ് ഒക്കെ ഉണ്ട്, അവളുമാരും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ പപ്പാളി പഴമേ തക്കാളിച്ചാറേ ചന്തയ്ക്ക് പോവേ തനിയാനാലേ, പാളി പഴമേ തക്കാളിച്ചാറേ ചന്തയ്ക്ക് പോവേ തനിയാനാൻ, തന്നാനെ നാനേ 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 തന്നാനെ നാനേ നാനേ നാനേ
തന്നാനെ നാനേ 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 തന്നാനെ നാനേ 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 കൊല്ല കൊല്ല വാല കൊല്ലക്കും ബംഗാൾ കാളിയപ്പൻ കാല തന്നാനെ നാനേ കൊല്ല കൊല്ല വാല കൊല്ലക്കും ബംഗാൾ കാളിയപ്പൻ കാല തന്നാനെ നാനേ തന്നാനെ നാനേ നാനേ നാനേ. അങ്ങനെ പ്രത്യേകിച്ച് ആരും നമ്മുടെ ഗുരുസ്ഥാനീയനായിട്ട് വന്ന് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഓരോ മേഖല എനിക്ക് സ്പോർട്സിൽ ഞാൻ പക്ഷെ നമ്മളെ അന്നും ഈ വീട്ടിലെ ബുദ്ധിമുട്ടിന്റെ കാര്യമൊക്കെ ഫസ്റ്റ് പറഞ്ഞില്ലേ, അതുകൊണ്ട് നമ്മളെ മുമ്പോട്ട് തള്ളിവിടാനായിട്ടുള്ള ആരുമില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ല, ട്രെയിനിങ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഇപ്പൊ കിട്ടുന്നുണ്ട് ട്രെയിനിങ്. ഇപ്പൊ നമ്മൾ സ്റ്റേജിൽ കളിക്കുവാണെങ്കിൽ പോലും ഇപ്പോഴും നല്ല ട്രെയിനിങ്ങിലാണ് ഇപ്പൊ കിട്ടുന്നത്. അത് ഇനി നാളെയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥനയോടെ. നേരം വെളുത്തൊരു നേരം, നേരം വെളുത്തൊരു നേരം, നേരം വെളുത്തൊരു നേരം നമ്മുടെ കൂനപ്പൻ ശങ്കരൻ കണ്ട. അപ്പോൾ രതീഷ്, നമ്മളെ ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോകുമ്പം രതീഷിന് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പിന്നെ ഇതുപോലുള്ള കലാകാരന്മാർ ഇതുപോലെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ആരുമില്ല പിടിച്ച് കഴിഞ്ഞാൽ യാദൃച്ഛികമായിട്ട് നമ്മുടെ സൗഹൃദ വലയത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് കൂട്ടുകാരാണ് നമ്മളെ ഈ ഫീൽഡിലോട്ട് കൊണ്ടുവന്നത്. അപ്പം അതുപോലെ നിങ്ങളുടെ അടുത്തും കലാകാരന്മാരായ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, സഹോദരന്മാർ, പിന്നെ എടുത്ത് പറയാൻ പറ്റുന്ന അഖില്, ശരത്ത്, ഉറവ് ഫോക്ക് ബാൻഡിലെ അരുൺ ചേട്ടൻ, പിന്നെ ഞങ്ങളുടെ എല്ലാമായ സുരേഷ് ചേട്ടൻ, മിഥുൻ രാജ് ആലപ്പുഴ നീൽ ഫോക്ക് മീഡിയ സിംഗറാണ്. അമ്പാടിയും സിംഗറാണ് ആലപ്പുഴ. അപ്പോൾ അവർ പിന്നെ ഇവനെ നമ്മൾ കൂടെ കൂട്ടുന്ന എപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ. അതുകൊണ്ട് ഇവൻ്റെ പേര് അമൽ കൈനേരി എന്നാണ് പറയുന്നത്. ഇവനും സിംഗറാണ്. അപ്പം ഇവനെ ഇത്രയും പേര് ഇവിടെ എല്ലാവരും, പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. നന്ദി മാത്രമല്ല, കടപ്പാടും എന്നും ഉണ്ടാവും. നന്ദി.